മിക്ക വീടുകളിലും വീട്ടാവശ്യത്തിനായിട്ട് പച്ചമുളക് കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വരുന്ന രോഗങ്ങളാണ് ഒന്ന് മുരടിപ്പാണ്, അതിൻ്റെ തുടക്കത്തിലേ ഉള്ളതാണ്. പിന്നീട് വരുന്നതാണ് അത് കായ പിടിച്ച് വരുമ്പോൾ, കുറച്ചൊക്കെ കായ പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ വെള്ളീച്ച ശല്യം. അതോടുകൂടി ആ മുളക് തന്നെ നശിച്ചു പോകുന്ന രീതിയാണ്. അതിന് എത്ര മരുന്ന് പ്രയോഗം നടത്തിയാലും നമുക്ക് അതിന് ഫലം കാണാറില്ല. ഇന്ന് നമ്മൾ ഒരു 2-3 ആഴ്ച മുന്നേ നമ്മളൊരു ചൂട്ടുപ്രയോഗം നടത്തിയിരുന്നു. തീ കാണിച്ചിട്ട് കമ്പൊക്കെ വെട്ടി വെള്ളീച്ചയൊക്കെ ഓടിക്കുന്നൊരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അത് ഫലപ്രദമായിട്ടുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ വെള്ളീച്ച ശല്യം കൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇത് വീണ്ടും പുതിയതായിട്ട് കമ്പുകൾ വന്നതാണ്. കമ്പുകൾ വന്ന് നല്ല രീതിയിൽ മുളച്ച് റെഡിയായി വന്നത്. രണ്ടാമത്തെ ഒരു മുളകാണ് ഇത്. കണ്ടില്ലേ, കമ്പ് വെട്ടിയിട്ട് വീണ്ടും തളിർത്ത് റെഡിയായിട്ട് വന്നു. ഇനി മൂന്നാമത്തെ ഇതൊക്കെ നമ്മൾ കമ്പ് വെട്ടിയിട്ട് കണ്ട, കമ്പ് വെട്ടിയിട്ട് വീണ്ടും തഴുത്ത് വന്ന് അടിപൊളിയായിട്ട് വന്നതാണ്. ഇനിയുണ്ട്, ഇത് കണ്ടോ, വലിയ മരങ്ങളായിരുന്നു. അതൊക്കെ ഇതേപോലെ ചൂട്ടുപ്രയോഗം നടത്തിയിട്ട് വീണ്ടും മുളക് ആ പഴയ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് വെള്ളീച്ച ശല്യത്തിന് നമ്മൾ ചെയ്യാനുള്ള മരുന്ന്. മറ്റുള്ളതൊക്കെ ഫലപ്രദം കാണില്ല. കമ്പ് വെട്ടുക, ഫുള്ള് ഇല വെട്ടിക്കളയുക, എന്നിട്ട് ബാക്കി ഇലകളുണ്ടെങ്കിൽ അതിൽ തീ കാണിക്കുക. അത് നല്ല രീതിയിൽ വളർന്ന് റെഡിയാവും. അല്ലാത്ത പക്ഷം മുളക് അതേപോലെ ഉണങ്ങിപ്പോകാന്നല്ലാതെ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചൂട്ടുപ്രയോഗം നടത്തുന്ന വീഡിയോ ഒക്കെ നമ്മളെ പോസ്റ്റിൽ കിടക്കുന്നുണ്ടാവും, ആവശ്യക്കാരൊക്കെ കാണാം. നല്ല പാവൽ പാകമായിട്ട് വന്നിട്ടുണ്ട്. നല്ല വെളുത്ത പാവലാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് കയ്പ പറയാം. കുറച്ച് കയ്പുണ്ടായതുകൊണ്ടായിരിക്കും കയ്പ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മുളക് വീണ്ടും വരുന്നുണ്ട്. തക്കാളി ഇവിടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു കൃഷിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചില മെത്തേഡുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. കമ്പ് വെട്ടിയതാണെന്ന് വിശ്വസിക്കാൻ കൊള്ളില്ല, കാരണം അത്രയും രീതിയിൽ വളർന്നിട്ടുണ്ട്. കണ്ടില്ലേ, കമ്പ് വെട്ടി അതുകൊണ്ട് അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇത് അതിൻ്റെ ശേഷം വെട്ടിയതാണ്. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ പിടിച്ച് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വെള്ളീച്ച ശല്യത്തിന് ഏകമാർഗം എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് വെള്ളീച്ചയുടെ ഉപദ്രവത്തിനുള്ള പോംവഴി എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.